വിശ്വശാന്തി നികേതനം. ഗവൺമെന്റ് VMC ഹയർ സെക്കൻഡറി സ്കൂൾ വണ്ടൂർ, ഏറനാടിന്റെ മണ്ണിലെ ഏറ്റവും വലുതും മനോഹരവുമായ ക്യാമ്പസ്. ആഗസ്റ്റ് 15 ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ ത്രിവർണ പതാക വാനിലുയർത്തിയ സുദിനം. ആ സ്വാതന്ത്ര്യദിനാഘോഷം വണ്ടൂർ എന്ന ഗ്രാമം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പരിപാടിയായിരുന്നു. പരിപാടിക്ക് ശേഷം ആഘോഷ കമ്മിറ്റി കണക്കുകൾ അവതരിപ്പിക്കാൻ വീണ്ടും ഒത്തുകൂടിയപ്പോൾ 18 രൂപ മിച്ചം വന്നതായി കണ്ടു. അന്നത്തെ മൂല്യമനുസരിച്ച് വലിയൊരു തുകയായിരുന്നു അത്. പണം എന്തു ചെയ്യണമെന്ന ചർച്ചയ്ക്കൊടുവിൽ വലിയൊരാശയത്തിലേക്ക് അവർ എത്തിച്ചേർന്നു: ഒരു ഹൈസ്കൂൾ തുടങ്ങുക. സ്കൂൾ നിർമ്മാണവുമായി മുന്നോട്ടു പോവാൻ അവർ ഒരു പുതിയ കമ്മിറ്റിയും രൂപീകരിച്ചു. ഈ സ്വപ്നരഥത്തിന്റെ സാരഥി ആരായിരിക്കുമെന്ന് അവർക്ക് ശങ്കയെ ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ നാമം, അത് വണ്ടൂരിന്റെ ചരിത്രത്തിലെ ഒരു കാലത്തും വിസ്മരിക്കപ്പെടാനാവാത്ത വെള്ളക്കാട്ടുമനക്കൽ ചെറിയ നാരായണൻ ഭട്ടതിരിപ്പാട് എന്ന VMC എന്നത് മാത്രമായിരുന്നു. കോട്ടമ്മൽ മൂസക്കുട്ടി ഹാജിയുടെ നേതൃത്വത്തിലായിരുന്നു ആ യോഗം. കൺവീനറായി VMC ഭട്ടതിരിപ്പാടിനെ തെരഞ്ഞെടുത്തു. KT കുഞ്ഞാലിക്കുട്ടി മാസ്റ്റർ താൽക്കാലിക സെക്രട്ടറിയും കിടങ്ങഴിമനക്കൽ വാസുദേവൻ നമ്പൂതിരിപ്പാട് ജോയിന്റ് കൺവീനറുമായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഭാരവാഹികളോടൊപ്പം കമ്മിറ്റി അംഗങ്ങളും ഉറച്ച മനസ്സോടെ കൈകോർത്തു. കഠിനവും നിരന്തരവുമായ പരിശ്രമത്തിനൊടുവിൽ 1948 ജൂൺ 23 സ്കൂളിന് പ്രവർത്തിക്കാൻ അനുമതി ലഭിച്ചു. ആദ്യത്തെ പ്രധാന അധ്യാപകനായി ശ്രീ തോട്ടുങ്ങൽ കുര്യാക്കോസ് മാസ്റ്റർ നിയമിതനായി. വാസുദേവൻ നമ്പൂതിരിപ്പാട് സൗജന്യമായി നൽകിയ വണ്ടൂർ റിക്രിയേഷൻ ക്ലബ്ബ് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ഥലത്താണ് സ്കൂൾ ആദ്യം പ്രവർത്തിച്ചിരുന്നത്. വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസാണ് ഇപ്പോൾ അവിടെ സ്ഥിതി ചെയ്യുന്നത്. ഒന്നാമതായി സ്കൂളിൽ പ്രവേശനം നേടിയത് KN മാനസി എന്ന വിദ്യാർത്ഥിനിയായിരുന്നു. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഫോറങ്ങളിലായി 117 പേരാണ് അന്ന് പ്രവേശനം നേടിയത്. 1948 ഡിസംബർ 26 സ്കൂൾ വണ്ടൂർ എഡ്യൂക്കേഷണൽ സൊസൈറ്റിക്ക് കൈമാറി. സൊസൈറ്റിയുടെ സെക്രട്ടറി VMC തന്നെയായിരുന്നു. ബ്രിട്ടീഷുകാർ വണ്ടൂർ രാജ എന്ന പദവി നൽകി ആദരിച്ച ശ്രീ നടുവത്തുമനക്കൽ കദമ്പൻ നമ്പൂതിരിപ്പാടായിരുന്നു സൊസൈറ്റിയുടെ പ്രസിഡന്റ്. സൊസൈറ്റിയുടെ കീഴിൽ സ്കൂൾ അനുദിനം വികസിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ഫോർത്ത് ഫോറം കൂടി ആരംഭിക്കാനുള്ള അനുമതിയും ലഭിച്ചു. വരവും ചെലവും കൂട്ടിമുട്ടാത്ത അവസ്ഥ. സാമ്പത്തിക പ്രശ്നം കൂടുതലായി തുടങ്ങിയപ്പോൾ സ്കൂൾ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കാം എന്ന് കമ്മിറ്റി തീരുമാനിച്ചു. പക്ഷേ കളിസ്ഥലം ഉൾപ്പെടെ 10 ഏക്കർ ഭൂമിയും 40,000 രൂപയും നൽകാമെങ്കിൽ സ്കൂൾ ഏറ്റെടുക്കാമെന്ന് ബോർഡ് അറിയിച്ചു. VMCയും സംഘവും ഈ വെല്ലുവിളി ഏറ്റെടുത്തു. കമ്മിറ്റി അംഗവും സ്കൂളിലെ ഹിന്ദി അധ്യാപകനുമായ ശ്രീ KM വാസുദേവൻ നമ്പൂതിരിപ്പാട് സൗജന്യമായി 10 ഏക്കർ സ്ഥലം നൽകാമെന്ന് സമ്മതിച്ചു. അത് അംഗീകരിക്കപ്പെട്ടു. 40,000 രൂപ കണ്ടെത്താൻ അവർ രാപ്പകലില്ലാതെ പ്രവർത്തിച്ചു. കോഴിക്കോട് സാമൂതിരി ഹൈസ്കൂളിന്റെ മുറ്റത്ത് വെച്ച് നടന്ന അക്കാലത്തെ മലയാള സിനിമയിലെ താരറാണിമാരായ ലളിത, പത്മിനി, രാഗിണിമാരുടെ നൃത്തപരിപാടിയിൽ തുടങ്ങി ചെറുതും വലുതുമായ സാമ്പത്തിക ശേഖരണത്തിലൂടെ കണ്ടെത്തിയ രൂപ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മാധവമേനോനെ ഏൽപ്പിച്ചു. ഇതോടെ സ്കൂൾ VMC ബോർഡ് ഹൈസ്കൂളായി മാറി. 1953 മെയ് 25 ബോർഡ് നിർമ്മിച്ച 4 കെട്ടിലേക്ക് സ്കൂൾ പ്രവർത്തനം മാറി. 1953 അന്നാണ് ഫസ്റ്റ് ബാച്ച് ഇവിടുന്ന് വിട്ടുപോയത്. ഞാൻ തേർഡ് ബാച്ചിലാണ് പോകുന്നത്. അത് 1985. അന്ന് കുട്ടികൾ
35 ആളാണ് SLCക്കുള്ളത്. സിലബസ് ഇത്ര ഒന്നും വിപുലമല്ല. അന്ന് ഞങ്ങൾ 16 ആളാണ് പാസ്സായത്. ഈ ഫസ്റ്റ് ക്ലാസ് ഒന്നും ആർക്കും ഇല്ലത് കിട്ടില്ല. ആദ്യ കാലങ്ങളിലെ മറക്കാൻ വയ്യാത്ത അധ്യാപകന്മാരുണ്ട്. ഒന്ന് ദേവസ്വ മാഷാണ് ഈ സ്കൂൾ തുടങ്ങിയത്. അവസാന കാലഘട്ടം വരെ നമ്മൾക്ക് പ്രൊമോഷൻ കിട്ടിയിട്ട് പുല്ലമൂട് ഹൈസ്കൂൾക്ക് പോകുന്നവരെ ഇവിടെ തന്നെയായിരുന്നു. പിന്നെ അതുല്യ പ്രതിഭാശാലികളായ കുറേ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. VMC നാരായണ ഭട്ടിപ്പാട് ഈ സ്കൂൾ തുടങ്ങിയില്ലെങ്കിൽ ഇന്നെപ്പോലുള്ള കുറേ ആൾക്കാർ ഇന്നും ഈ പഠിച്ച് ജീവിതത്തിൽ ഒരു ഉന്നതതലത്തിലെത്താൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ഈ നാട്ടുകാർ ഏറ്റവും കടമപ്പെട്ടത് VMC നാരായണ ഭട്ടിപ്പാടിനോടാണ്. കേരളപ്പിറവി ദിനത്തിൽ മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് പിരിച്ചുവിട്ടു. 1957 ആദ്യത്തെ ജനകീയ മന്ത്രിസഭ കേരളത്തിൽ അധികാരമേറ്റു. സർക്കാർ സ്കൂൾ ഏറ്റെടുത്തു. അതോടുകൂടി VMC ഹൈസ്കൂൾ ഗവൺമെന്റ് VMC ഹൈസ്കൂൾ എന്ന പുതിയ പേരിലേക്ക് മാറി. പിന്നീട് 1980 ആഗസ്റ്റ് 7 സ്കൂൾ വിഭജിച്ച് പെൺകുട്ടികൾക്കായി പുതിയ വിദ്യാലയം അനുവദിച്ച് ഉത്തരവായി. അങ്ങനെ വിദ്യാലയം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളായി മാറി. 1991 +2 ക്ലാസുകൾ ആരംഭിച്ചതോടെ ഇന്ന് കാണുന്ന VMC ഹയർ സെക്കൻഡറി സ്കൂളായി പരിണമിച്ചു. 1998 വിദ്യാലയത്തിന്റെ 50ാം പിറന്നാൾ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന പരിപാടികളോടെ ആഘോഷിച്ചു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും അന്നത്തെ കേരളത്തിലെ ചീഫ് വിപ്പുമായിരുന്ന ശ്രീ TK ഹംസ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ശ്രീ PP റഹ്മത്തുള്ളയുടെ നേതൃത്വത്തിൽ സുവർണ ജൂബിലി സ്മാരക ഗ്രന്ഥം ഗവൺമെന്റ് VMC ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചരിത്രം എന്ന പേരിൽ പുറത്തിറക്കി. 1999 പെൺകുട്ടികളെ കൂടി വീണ്ടും പ്രവേശിപ്പിക്കുക എന്ന ചരിത്രപരമായ തീരുമാനം ഈ വിദ്യാലയത്തിന് പുതുജീവൻ നൽകി. കാലത്തിൻ്റെ കുത്തൊഴുക്ക്. 2013-14 വർഷത്തിൽ ഇംഗ്ലീഷ് മീഡിയം ക്ലാസുകൾ കൂടി വന്നതോടെ സ്കൂളിന്റെ തലയെടുപ്പ് നോക്കത്താ ദൂരത്തോളമായി. വിശാലമായ കെട്ടിടങ്ങൾ, ആധുനിക സൗകര്യത്തോടുകൂടിയ സ്മാർട്ട് ക്ലാസ് റൂം, UP തലം മുതൽ ഹയർ സെക്കൻഡറി വരെ 3000-ഓളം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നു. ഹൈസ്കൂൾ UP വിഭാഗങ്ങളിലായി 69 അധ്യാപകരും 7 അനധ്യാപകരും, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 26 അധ്യാപകരും 3 അനധ്യാപകരും സേവനമനുഷ്ഠിക്കുന്നു. പഠന മികവിൽ 100% വിജയത്തോടടുക്കുന്നു. എല്ലാ നിലയിലും മികച്ച ഒരു വിദ്യാലയമാണ് VMC GHSS വണ്ടൂർ. അപ്പോൾ ഈ 17-18 വർഷത്തിൽ 536 കുട്ടികളാണ് 10ാം ക്ലാസ് പരീക്ഷ എഴുതിയത്. അതിൽ നമുക്ക് 98% വിജയവും 34 A+. കുട്ടികൾക്ക് A+. തൊട്ട് മുന്നത്തെ വർഷത്തെ അപേക്ഷിച്ച് വളരെ നല്ല റിസൾട്ടാണ്. അതെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമായിരുന്നു. വിജയ ശതമാനം കൂട്ടുവാനുള്ള വിജയഭേരി ക്ലാസുകൾ സ്കൂളിൽ സംഘടിപ്പിക്കുന്നുണ്ട്. വിശേഷ ദിവസങ്ങളിൽ വ്യത്യസ്തമായ പരിപാടികൾ സ്കൂളിൽ സംഘടിപ്പിക്കുന്നു. കലാ കായിക ശാസ്ത്രമേളകളിൽ സ്കൂളിന്റെ വിജയം എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ്. വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന എല്ലാ മേളകളും സ്കൂളിലെ വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ പങ്കെടുക്കുകയും ഉന്നത വിജയം കരസ്ഥമാക്കുകയും ചെയ്യാറുണ്ട്. ആ ഉന്നത വിജയം കരസ്ഥമാക്കുന്ന പാരമ്പര്യം ഇന്നും തുടർന്നു വരുന്നുണ്ട്. VMCയുടെ ചരിത്രം, പാരമ്പര്യം
കാത്തു സൂക്ഷിക്കുന്നതിൽ അന്നും ഇന്നും ഒരുപോലെ വിദ്യാർത്ഥികളും അധ്യാപകരും നിലകൊള്ളുന്നുണ്ട്. അത് ഇനിയും തുടരും. തുടർച്ചയായി 10 വർഷം വണ്ടൂർ ഉപജില്ലയുടെ ഓവറോൾ കിരീടം VMC അണിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിരവധി കായിക താരങ്ങളെ വാർത്തെടുത്ത സ്കൂൾ മൈതാനം അവരെ സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന കളിക്കാരും കായിക താരങ്ങളുമാക്കി മാറ്റി. സ്കൂൾ വേദിയിൽ നിന്നും വളർന്ന് കലാകാരന്മാരും കലാകാരികളും സംസ്ഥാന തലത്തിൽ വരെ വിജയികളായി. മലപ്പുറം ജില്ലയിലെ ഏറ്റവും പഴക്കം ചെന്ന NCC യൂണിറ്റ് ഇപ്പോഴും വിദ്യാലയത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിലെ മികച്ച SPC കേഡറ്റുകളെ സംസ്ഥാനത്തിന് സമ്മാനിച്ചത് VMC സ്കൂളിലെ SPC യൂണിറ്റാണ്. ഹയർ സെക്കൻഡറിയിൽ പ്രവർത്തിക്കുന്ന NSS യൂണിറ്റ് സ്കൂളിന്റെ ചരിത്രത്തിലൊരു സുവർണാധ്യായം തന്നെ തീർക്കുകയാണ്. പുറമെ ജൂനിയർ റെഡ് ക്രോസ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ഹരിതസേന, അസാബ്, ലിറ്റിൽ കൈറ്റ്സ് തുടങ്ങിയ സംഘടനകളും സ്കൂളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നു. വിവിധ പാഠ്യവിഷയങ്ങളിലായി പ്രവർത്തിച്ചു വരുന്ന ക്ലബ്ബുകൾ സർഗാത്മക പ്രവർത്തനങ്ങൾക്ക് മാറ്റുരയ്ക്കുന്നു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് എല്ലാ തരത്തിലുമുള്ള പിന്തുണയും നൽകി വരുന്ന മലപ്പുറം ജില്ലയിലെ ആകെ ഉള്ള 2 റിസോഴ്സ് സെന്ററുകളിൽ ഒന്നായ IEDSS റിസോഴ്സ് സെന്റർ VMCയിലും പ്രവർത്തിച്ചു വരുന്നു. വായന പരിപോഷിപ്പിക്കുന്നതിനായി ലൈബ്രറിയും വിവിധ വിഷയങ്ങളിലെ ലാബുകളും എല്ലാ സൗകര്യങ്ങളോടു കൂടിയും സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നു. UPയിലും ഹൈസ്കൂളിലുമായി 1100 കുട്ടികൾ ദിവസേന ഉച്ചഭക്ഷണം കഴിക്കുന്നു. ശുചിത്വമുള്ള സ്വാദിഷ്ടമായ ഭക്ഷണം നൽകാൻ സ്കൂൾ അധികൃതർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. സ്കൂളിന്റെ ചരിത്രവും പാരമ്പര്യവും പ്രൗഢിയും വിളിച്ചോതുന്ന സ്കൂൾ ഗീതം പൂർവ്വ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും മനസ്സിൽ ഇപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. PTA, SMC കമ്മിറ്റികളാണ് സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. സ്കൂളിന്റെ വികസനം ലക്ഷ്യമാക്കി ഈ കഴിഞ്ഞ വർഷങ്ങളിലായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിഷൻ 2020 സ്കൂളിന്റെ ചരിത്രത്തിൽ വലിയൊരു മാറ്റം വരുത്താൻ പോകുന്നു. സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് വണ്ടൂർ VMC ഹയർ സെക്കൻഡറി സ്കൂളിലും 2014 ഒരു വിഷൻ 20 ആവിഷ്കരിക്കുകയും അതിന്റെ ഭാഗമായിട്ട് തന്നെ VMCയിലെ സ്കൂളിലെ എല്ലാ ക്ലാസ് റൂമുകളും ഹൈടെക് ആക്കുന്നതിന്റെ ഭാഗമായിട്ട് വണ്ടൂർ VMCയിൽ ഒരു മെഗാ ഫെസ്റ്റ് നടത്തി. വിഷൻ 2020 എന്ന പദ്ധതിയോട് വണ്ടൂർ വികസന ഫോറം കൈകോർത്തപ്പോഴാണ് വികസനത്തിന്റെ കുതിച്ചുചാട്ടം VMCയിലുണ്ടായത്. പ്രശസ്ത സിനിമാ താരം കവിയൂർ പൊന്നമ്മ ഉദ്ഘാടനം ചെയ്ത VMC മെഗാ ഫെസ്റ്റ് ഒരു വലിയ വിജയമായിരുന്നു. മെഗാ ഷോയിലൂടെ നാട്ടുകാരുടെ സംഭാവനകൾ ഈ പദ്ധതിക്ക് മുതൽക്കൂട്ടായി. ഈ തൊട്ടടുത്ത് കാണുന്ന ബിൽഡിംഗ് വിഷൻ 2020യുടെ ഭാഗമായിക്കൊണ്ട് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നും 1,53 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടാണ് ഇതിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചത്. അങ്ങനെ വലിയ ഒരു ഇടപെടലിന്റെ ഭാഗമായിക്കൊണ്ട് ഇവിടുത്തെ PTA-യുടെയും SMC-യുടെയും ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ വണ്ടൂരിൽ പുതുതായി രൂപം കൊണ്ട വികസന ഫോറത്തിന്റെയൊക്കെ വലിയ ശ്രമത്തിന്റെ ഫലമാണ് ഇത്തരത്തിലൊരു മാറ്റം വണ്ടൂർ VMCക്കകത്ത് VMC ഹയർ സെക്കൻഡറി സ്കൂളിനകത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത്. VMCയുടെ വിജയഗാഥ ഇവിടെ അവസാനിക്കുന്നില്ല, അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ ചരിത്രത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത കഥാപാത്രങ്ങളുണ്ട്. അവരുടെ വിയർപ്പും ചിന്തയും കൂട്ടിക്കുഴച്ചതാണ് ചരിത്രമെന്ന സത്യം. ഓർക്കുന്നതു തന്നെ അവരെ ആദരിക്കുന്നതിന് തുല്യം. കാരണം അവരുടെ മനോവീര്യവും ത്യാഗബുദ്ധിയും VMC സ്കൂളിന്റെ ഓരോ കല്ലിലും അവയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പശയായി ഒട്ടിച്ചേർന്നിരിക്കുന്നു. വണ്ടൂരിൻ വേർ മണ്ണിലലിഞ്ഞുയർന്ന വിദ്യാലയം, ദേശസ്നേഹത്തിൻ ആത്മബന്ധമുറച്ചുണർന്ന കലാലയം. VMC
വെള്ളക്കാട്ടുമനയ്ക്കലേ ചെറിയ നാരായണ ഭട്ടതിരി മജ്ജയേകി മനസ്സേകി വിളക്കുകൾ കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും, കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും, കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും.